നമസ്കാരം. വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടെങ്കിലും വായ എപ്പോഴും വരണ്ടുണങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ചിലർക്കെങ്കിലും അനുഭവപ്പെടാം. മുതിർന്ന പൗരന്മാരിൽ 5-ൽ ഒരാൾക്കെങ്കിലും കാണപ്പെടുന്ന ഈ അവസ്ഥയുടെ പേര് സെറോസ്റ്റോമിയ എന്നാണ്. ഉമിനീർ ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് മൂലം ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുകയോ ഒട്ടും ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണിത്. ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ചില മരുന്നുകൾ, അതായത് ഡിപ്രഷൻ, പ്രോസ്ട്രേറ്റ് പോലുള്ള അസുഖങ്ങൾ, അലർജി, ഈ പാർക്കിൻസൺസ് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. പിന്നെ ഈ വെള്ളം കൂടി കുറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഡീഹൈഡ്രേഷൻ വരും. അപ്പോഴും ഇങ്ങനെ ഉമിനീര് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ വരാം. അങ്ങനെയും വായ ഡ്രൈ ആവും. പിന്നെ ഈ വായിലൂടെ ശ്വസിക്കുന്നവരിൽ ചിലരിങ്ങനെ വായിലൂടെ ആയിരിക്കും ശ്വാസം എടുക്കുക. പിന്നെ കീമോതെറാപ്പി ചെയ്യുന്നവരിൽ, അല്ലെങ്കിൽ പ്രമേഹ രോഗികളിലും അതുപോലെ അൽഷിമേഴ്സ് രോഗികളിലും ഒക്കെ, കൂടാതെ നമുക്ക് ഈ സ്ട്രെസ് കൂടുതലുള്ളവരിലും കൂർക്കം വലി, മദ്യപാനം ഒക്കെ ഉള്ളവരിലും ഇങ്ങനെ കാണാറുണ്ട്. ഈ ഹോർമോൺ ചേഞ്ചസ് മൂലം ഗർഭിണികളിലും ഇങ്ങനെ വരാം. ഇങ്ങനെയുള്ളവരുടെ ഉമിനീർ കുറച്ച് കട്ടിയുള്ളതായിരിക്കും. പിന്നെ വായിൽ ദുർഗന്ധമൊക്കെ ഉണ്ടാവും. വായ്പുണ്ണ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ചുണ്ടൊക്കെ വിണ്ട് കീറാം. സംസാരിക്കുമ്പോഴും അതുപോലെ ഭക്ഷണം ചവയ്ക്കുമ്പോഴും ഇറക്കുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടും ഉണ്ടാവാം. മറ്റു മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഒന്നും അല്ലാതെ വരുന്ന കണ്ടീഷനുകളിൽ നമുക്കിത് ചികിത്സയിലൂടെ ഭേദമാക്കാം. കൂടാതെ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ചെറിയൊരു ആശ്വാസവും കിട്ടും. ധാരാളം വെള്ളം കുടിക്കുക, ഇത് ഉമിനീർ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. അതുപോലെ ഈ ഫ്ലേവനോയിഡ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള പെരിഞ്ജീരകം, അതുപോലെ ഏലക്ക ഒക്കെ ഉമിനീർ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇത് വായ്നാറ്റം അകറ്റാനും സഹായിക്കുന്നു. കൂടാതെ ഇഞ്ചിയൊക്കെ ചെറിയ പീസായിട്ട് വെറുതെ എടുത്ത് കടിക്കുന്നതും ഇഞ്ചി ചായ കുടിക്കുന്നതും നല്ലതാണ്. നാരങ്ങ വെള്ളത്തിൽ അല്പം തേൻ ചേർത്ത് കഴിക്കാം. അതുപോലെ കറ്റാർവാഴ ജ്യൂസൊക്കെ ഈ പ്രശ്നത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഈ ചുക്ക് തൈലം, അതുപോലെ എള്ളെണ്ണ അല്ലെ വെളിച്ചെണ്ണ, ഇതൊക്കെ ഒരു സ്പൂൺ എടുത്തിട്ട്, ഇതിലേതെങ്കിലും ഒരു സ്പൂൺ എടുത്തിട്ട് 1 ഔൺസ് വെള്ളത്തിൽ ചേർത്ത് വായിൽ കുറച്ച് നേരം നിർത്തിയതിന് ശേഷം തുപ്പിക്കളയാം. ദിവസവും 2 നേരം ഇങ്ങനെ ചെയ്യുന്നത് വായ വരണ്ടിരിക്കുന്നതിനുള്ള നല്ലൊരു ആശ്വാസം ലഭിക്കും.